ഹായ് ഓൾ. ഒരിക്കൽ കൂടി എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ സ്റ്റാർട്ടിംഗ് ആണ് യൂറോപ്യന്മാരുടെ ആഗമനം. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷുകാരുടെയൊക്കെ വരവാണ്. പിന്നെ കുറേ ജർമ്മൻ മിഷണറീസ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചുമൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ചില മിഷണറികളെ കുറിച്ച്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതുവരെ നടന്ന PSC പരീക്ഷകളിലെ ചോദ്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടാണ് അത്തരം കണ്ടന്റുകൾ ഇൻക്ലൂഡ് ചെയ്യുകയും കൂടാതെ SCERT പാഠപുസ്തകത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി ഒക്കെയാണ് നമ്മൾ ഈ കേരള റിലേറ്റഡ് ആയിട്ടുള്ള ചില റെഫറൻസ് ഗ്രന്ഥങ്ങളുണ്ട്. അവയെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയാണ് കണ്ടന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്പുറം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പിക്കാം. ഓക്കെ, നമ്മുടെ പാർട്ട് 1 പോർച്ചുഗീസുകാരുടെ ആ ഒരു വരവും അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ തന്നെയാണ്. പ്രധാനപ്പെട്ട ചില വൈസ്രോയിമാരെ കുറിച്ച് പഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്പർ 1 എന്ന് പറയുന്നത് വാസ്കോഡ ഗാമ തന്നെയാണ്. മാനുവൽ കോട്ട, ചാലിയം കോട്ട തുടങ്ങിയവയും പോർച്ചുഗീസുകാർ നമ്മുടെ കേരളക്കരയ്ക്ക് നൽകിയിട്ട് പോയ ചില സംഭാവനകൾ എന്നിവയെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ഹായ്. ശരി. നമ്മുടെ പോർച്ചുഗീസുകാരുടെ വരവാണ് ആദ്യം നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് PSCയുടെ പഴയ ചോദ്യമാണ്. പോർച്ചുഗീസുകാരെ നമ്മൾ വിളിച്ചിരുന്നത് പറങ്കികൾ എന്നുള്ളതാണ്. ഓക്കെ, പറങ്കികൾ പഴയ PSC ചോദ്യമാണ്. മാത്രമല്ല 2 വർഷം മുന്നേ നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പോർച്ചുഗീസുകാർ വരുമ്പോഴുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾ മുഴുവൻ വായിക്കുക. ഇത് നമുക്ക് SCERT പാഠപുസ്തകം അതുപോലെ തന്നെ PSC കേരള ഹിസ്റ്ററി റെഫറൻസ് ഗ്രന്ഥവും കൂട്ടിച്ചേർത്തുകൊണ്ട് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഇതേ വാചകങ്ങളൊക്കെ തന്നെയാണ് പരീക്ഷയ്ക്കും വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ പോർച്ചുഗീസുകാർ വരുമ്പോഴുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ഘടനയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് തന്നെ കാലെടുത്ത് കുത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ, അല്ലെ? അപ്പൊ കേരളത്തിന്റെ ആ ഒരു ഘടന എപ്രകാരമാണെന്ന് നോക്കാം. ഒട്ടേറെ ചെറുകിട രാജ്യങ്ങൾ പരസ്പരം കലഹിക്കുകയും നാടുവാഴിത്ത വ്യവസ്ഥ സങ്കീർണമായി നിൽക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും കണ്ണൂർ നോർത്ത് മലബാർ റീജിയനിലെ കോലത്തിരി രാജവംശമായിരുന്നു, കോലത്തിരി ഡൈനാസ്റ്റി. അതുപോലെ തന്നെ കാലിക്കറ്റ് ഏരിയയിലെ സാമൂതിരി, കൊച്ചി, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഏരിയാസ് എല്ലാം, വേണാട് തുടങ്ങി ഒട്ടനവധി ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ പരസ്പരം കലഹിച്ചുകൊണ്ടാണ് നിന്നിരുന്നത്. ഇനി കോഴിക്കോടും വേണാടും മാത്രമായിരുന്നു വലിയ ശക്തികൾ. കോഴിക്കോട് എന്ന് പറയുന്നത് സാമൂതിരിമാരാണ്. വേണാട് വേണാട് രാജവംശം എന്ന് പറഞ്ഞാൽ പിന്നീട് അത് ട്രാവൻകൂറായി മാറുകയാണ്, അല്ലെ? കണ്ണൂരിലെ കോലത്തിരിയും കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലായിരുന്നു. അപ്പോ കോഴിക്കോട് ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, യൂറോപ്യന്മാരുടെ വരവോടുകൂടി കോഴിക്കോട് സാമൂതിരിയുടെ ഈഗോയാണ് ഹർട്ട് ചെയ്യുന്നത്. കാരണം ഈ കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലായിരുന്നു ആര്? കണ്ണൂരിലെ കോലത്തിരി രാജവംശവും അതുപോലെ തന്നെ കൊച്ചി രാജവംശവും. ഓക്കെ, യൂറോപ്യന്മാരുടെ വരവോടുകൂടി അവർ കോഴിക്കോട് സാമൂതിരിയുടെ കൈകളിൽ നിന്നും സ്വതന്ത്രമാകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് കോഴിക്കോട് സാമൂതിരി ഈ പറയുന്ന കോലത്തിരി കൊച്ചി രാജാവുമായിട്ടൊക്കെ ഉടക്കിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെ അധികാര പരിധിക്കുള്ളിൽ സങ്കേതം എന്ന പേരിൽ ദേശങ്ങളുണ്ടായിരുന്നു. ഇവയുടെ ഭരണാധികാരം പൂർണ്ണമായും ഊരാളന്മാർക്കായിരുന്നു. അതായത് ക്ഷേത്ര ദേവസ്വ ഉടമസ്ഥനെയാണ് ഊരാളൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെ അധികാര പരിധിക്കുള്ളിൽ സങ്കേതം എന്ന പേരിൽ ദേശമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ഈ പറയുന്ന ഇടവകയുടെ കീഴിലാണ് എന്ന് പറയുന്നത് പോലെ തന്നെ, പള്ളിയുടെ കാര്യത്തിൽ പറയുന്ന പോലെ തന്നെ ക്ഷേത്രങ്ങളുടെ കീഴിൽ
അവരുടെ അധികാര പരിധിക്കുള്ളിൽ ഒരു ദേശമുണ്ടായിരുന്നു. അതിനെ സങ്കേതം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു ക്ഷേത്രത്തിന്റെ ദേവസ്വ ഉടമസ്ഥനായ ഊരാളൻ എന്ന് പറയുന്ന ഒരു ആ ഒരു തസ്തിക, ഊരാളൻ, ആ പറയുന്ന തസ്തികയിൽപ്പെട്ട വ്യക്തിയാണ് ആ ദേശത്തെ ഭരിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PSC ചോദ്യമായിരുന്നു. സങ്കേതത്തെ ഭരിച്ചിരുന്നത്, ഈ സങ്കേതം എന്ന് പറയുന്നത് ഒരു ദേശമാണ്, ഒട്ടനവധി ജനങ്ങളുണ്ട്, അവയെല്ലാം തന്നെ ഒരു ക്ഷേത്രത്തിന്റെ അധികാര പരിധിക്കുള്ളിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദേവസ്വ ഉടമസ്ഥനായ ഊരാളനായിരുന്നു ഈ പറയുന്ന ഭരണം കയ്യേറിയിരുന്നത്. ഓക്കെ, ഇനി സങ്കേതങ്ങളുടെ അതിർത്തി ലംഘിക്കാൻ രാജാക്കന്മാർക്ക് പോലും അധികാരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അത്രമാത്രം പവർഫുൾ ആയിരുന്നു. ഇനി നമ്പൂതിരി മേധാവിത്വം നിലനിന്നിരുന്നതിനാൽ അവർ ഒരു രാജാവിനും വിധേയരായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്പൂതിരി മേധാവിത്വം വളരെ ശക്തമായി നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു. ഇനി അതുപോലെ തന്നെ ജസ്റ്റ് ഒരേ ഒരു തവണ മാത്രമാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരെ കുറിച്ച് PSC പരീക്ഷാ ചോദ്യങ്ങളിൽ കണ്ടിട്ടുള്ളത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്ക് മാത്രമേ ഇവരുടെ മേൽ അധികാരമുണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിൽ അത്യുന്നത ആത്മീയ പദവി അലങ്കരിച്ചിരുന്നവരാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ. അപ്പോൾ പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേയായി ഉണ്ടായിരുന്ന ആ ഒരു കേരളത്തിന്റെ ഘടന ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒട്ടനവധി ചെറു നാട്ടുരാജ്യങ്ങൾ പരസ്പരം കലഹിച്ചുകൊണ്ടേയിരുന്നു. അതിൽ തന്നെ ഏറ്റവും വലുത് സാമൂതിരിയും വേണാടും ആയിരുന്നു, അല്ലെ? കോഴിക്കോട് സാമൂതിരിമാരും വേണാട് രാജവംശവുമായിരുന്നു. കണ്ണൂരിലെ കോലത്തിരിയും കൊച്ചി രാജ്യവും കോഴിക്കോട് സാമൂതിരിയുടെ ഒരു മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് നിലനിന്നവ ആയിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്ര പരിധികളെ സങ്കേതം എന്ന ഒരു പേരിലാക്കുകയും ആ സങ്കേതം, ആ ഒരു ദേശത്തിനുള്ളിലുള്ള ആളുകളെ, അവിടങ്ങളിലെ ദേശത്തെ ഭരിച്ചിരുന്നവൻ ഊരാളൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അഥവാ ക്ഷേത്ര ദേവസ്വത്തിന്റെ ഉടമസ്ഥൻ. അതുപോലെ തന്നെ നമ്പൂതിരി മേധാവിത്വം ഭയങ്കരമായി ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. രാജാക്കന്മാർക്കൊന്നും അവരുടെ മേൽ ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാൻ സാധ്യമായിരുന്നില്ല. നമ്പൂതിരി കുലത്തിൽ തന്നെ ഏറ്റവും ഉന്നത പദവിയിൽ ഉണ്ടായിരുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കളായിരുന്നു നമ്പൂതിരികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി പോർച്ചുഗീസുകാരുടെ വരവിനെ കുറിച്ചാണ് അതിന് മുന്നായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. പ്രധാനപ്പെട്ട ചില വൈസ്രോയിമാരും അവരുടെ ആ ഒരു കാലഘട്ടവുമാണ്. ഓക്കെ, ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയിമാർ, ആദ്യത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. ഇദ്ദേഹത്തിന്റെ ആ ഒരു പീരീഡ് നമുക്ക് ആവശ്യമുണ്ട്, 1505 to 1509. രണ്ടാമത്തെ വൈസ്രോയി എന്ന് പറയുന്നത് അൽഫോൺസോ ഡി അൽബുക്കർക്കാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1509 to 1515. ആറാമത്തെ വൈസ്രോയി എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയാണ്, 1524. ശ്രദ്ധിക്കണം, നമ്മുടെ പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമയാണ് കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങിയ ആദ്യ യൂറോപ്യൻ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും പോർച്ചുഗീസ്, അതായത് നമ്മുടെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ആദ്യ വ്യക്തി ആയിരുന്നില്ല വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആകുന്നത് 1524 ആറാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു അദ്ദേഹം എന്നുള്ളത് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ 3, 4, 5 അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഏഴാമത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ഹെൻഡ്രിക് ഡി മെനസിസ് ആണ്, 1525 to 26. ഒൻപതാമത്തെ വൈസ്രോയി ന്യൂനോ ഡി കുൻഹ, 1529 to 38. അപ്പൊ ഈ ഒരു പീരീഡ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കാരണം മാനുവൽ കോട്ട, അതുപോലെ തന്നെ ചാലിയം കോട്ടയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഈ ഒരു കോട്ട പണിതത് ഏത് പോർച്ചുഗീസ് വൈസ്രോയിയുടെ കാലഘട്ടത്തിലാണെന്നുള്ളതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ശ്രദ്ധിക്കണം, ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്നുള്ളതല്ല, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി എന്നുള്ള രീതിയിൽ തന്നെ വരണം. കാരണം കേരളം മാത്രമല്ല, അല്ലെങ്കിൽ മലബാർ റീജിയൻ മാത്രമല്ല, ഗോവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോർച്ചുഗീസുകാരുടെ മേധാവിത്വം അവർ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ആദ്യ വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 to 1509. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അൽബുക്കർക്ക് 1509 to 1550. ഇനി ആറാമത്തേതായിരുന്നു എന്നാ വൈസ്രോയി ആകുന്നത്, അത് വളരെ PSC ചോദ്യമായിരുന്നു. വാസ്കോഡ ഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആകുന്നത് 1524. ഏഴാമത്തെ വൈസ്രോയി ഹെൻറിക് ഡി മെനസിസ് 1525 to 26. ഒൻപതാമത്തെ വൈസ്രോയി ആണ് വാസ്കോഡ ഗാമയ്ക്ക് ശേഷം ഏറ്റവും പ്രധാനം ന്യൂനോ ഡി കുൻഹ 1529 to 1538. അതിന്റെ പ്രാധാന്യം നമ്മളിപ്പോ പഠിക്കും. ഓക്കെ, അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT പാഠപുസ്തകത്തിൽ തന്നെ ഒരു സെപ്പറേറ്റ് കോളമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് കാർട്ടസ് വ്യവസ്ഥ. ഇപ്പോ നമ്മൾ പറയാറുണ്ട് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു വഴിയിലൂടെ മറ്റൊരു വീട്ടിലേക്ക് പോകാൻ സാധിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കുന്ന തരത്തിൽ പറ്റുമെങ്കിൽ നമ്മൾ അതിന് ഒരു അനുവാദം നൽകണം, അല്ലെ? അല്ലാതെ വഴിയിൽ കൂടെ പോകുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ പ്രൈവറ്റ് റോഡ് അല്ലെങ്കിൽ നമ്മുടെ അധീനതയിൽപ്പെട്ട റോട്ടിൽ കൂടി സഞ്ചാര യോഗമാക്കാൻ നമ്മൾ സമ്മതിക്കാറില്ല. അപ്പോ നമ്മുടെ വഴിയിൽ കൂടെ നിങ്ങൾക്ക് സഞ്ചരിച്ച് അപ്പുറത്ത് പോകാം എന്ന് നമ്മൾ ഒരു അനുവാദം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പാസ് കൊടുക്കുന്നുണ്ട്. ഈ പാസ് ഉള്ളവർക്ക് ഈ വഴിയിൽ കൂടെ പോകാം. അത്തരത്തിൽ സമുദ്രത്തിലൂടെ ആർക്കൊക്കെ, അതായത് തങ്ങളുടെ അധീനതയിൽപ്പെട്ട, തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന ഭാഗത്ത് കൂടി ആർക്കൊക്കെ കപ്പൽ ഓടിച്ച് പോകാം, അതിനു വേണ്ടിയിട്ട് പ്രത്യേക ലൈസൻസോ പാസോ നൽകുന്ന സംവിധാനത്തെയാണ് നമ്മൾ കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ മലബാറിലെ വ്യാപാരത്തിൽ അറബികൾക്കുണ്ടായിരുന്ന കുത്തക അവസാനിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടപ്പിലാക്കുകയും ചെയ്ത യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസ് നൽകിയ ഒരു നാവിക വ്യാപാര ലൈസൻസ് അഥവാ പാസ് ആയിരുന്നു കാർട്ടസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അറബികൾക്കായിരുന്നു കേരളത്തിൽ ആദ്യകാലത്ത് പ്രത്യേകിച്ച് മലബാറിൽ വാണിജ്യ കുത്തക ഉണ്ടായിരുന്നത്. അറബികളുടെ ആ കുത്തക അവസാനിപ്പിച്ചു പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി. പ്രത്യേകിച്ച് 1498 മെയ് 20 വാസ്കോഡ ഗാമ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള അറബിക്കടലിലെ കാപ്പാട് ബീച്ചിൽ കാലുകുത്തിയതോടുകൂടി. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, വാണിജ്യ ലക്ഷ്യം കണക്കാക്കി പോർച്ചുഗൽ രാജാവ് മാനുവലിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ഇതും PSC ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. കേരള ഹിസ്റ്ററിയിൽ ഏത് പോർച്ചുഗീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് വാസ്കോഡ ഗാമ കാപ്പാട് ബീച്ചിൽ കാലുകുത്തിയത്? മാനുവൽ രാജാവാണ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന വിശേഷണ പദവിയുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും വാസ്കോഡ ഗാമ തന്നെയാണ്. ഓക്കെ, അപ്പോ ആരാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്? പോർച്ചുഗീസ് രാജാവായ മാനുവൽ രാജാവാണ് വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത്. കാപ്പാടിലെ പന്തലായനി കടപ്പുറത്ത് എത്തിച്ചേർന്നു. കോഴിക്കോടുള്ള കാപ്പാട് പന്തലായനി കടപ്പുറത്ത് എത്തിച്ചേർന്ന വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1498 മെയ് 20. 1498 മെയ് 20 വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1498 മെയ് 20. ഇനി ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കമെന്നാണ് സർദാർ KM പണിക്കർ വിശേഷിപ്പിച്ചത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കും, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ കുറിച്ച് പഠിക്കും. 1953 ഇന്ത്യ ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനയ്ക്കായിട്ട് നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ തലവനാണ് ഫസൽ അലി. കൂടാതെ അതിലൊരു മലയാളിയും ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് സർദാർ KM പണിക്കർ. അപ്പോ ഈ ഒരു വരവോടുകൂടി സർദാർ KM പണിക്കർ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി ചേർത്തത് ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗം എന്നാണ് 1498 മെയ് 20 വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വാസ്കോഡ ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് ആരാ? പണിക്കരല്ല, മാനുവൽ രാജാവാണ്. ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗം എന്ന് ഇതിനെ വിശേഷിപ്പിച്ചതോ അത് സർദാർ KM പണിക്കറാണ്. ഓക്കെ,
ശരി, ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം നോക്കിക്കേ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസ്. ഇനി വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഒരു 1900 തവണ PSC ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. സെന്റ് ഗബ്രിയേൽ. ആദ്യ സന്ദർശനത്തിൽ ഗാമയുമായി വാണിജ്യ ഇടപാട് നടത്തിയത് കോലത്തിരി രാജാവാണ്. അപ്പോ കോലത്തിരി രാജാവ് എന്ന് പറയുന്നത് ഇന്നത്തെ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, സോ ഗാമയുടെ ആദ്യ സന്ദർശനത്തിൽ പോർച്ചുഗീസുമാരുമായിട്ട് വാണിജ്യ ഇടപാട് നടത്തിയ രാജാവ് കോലത്തിരി രാജാവ് ഫ്രം കണ്ണൂർ. സന്ദർശനം വിജയമാക്കി കണ്ണൂരിൽ നിന്ന് വാസ്കോഡ ഗാമ ലിസ്ബണിലേക്ക്, പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് മടങ്ങിയ വർഷമാണ് 1499. 1498 മെയ് മാസം 20 കാപ്പാടിലെ പന്തലയാനി ബീച്ചിൽ വന്നെത്തി. തുടർന്ന് കണ്ണൂരിലെ കോലത്തിരി രാജാവുമായിട്ട് അദ്ദേഹം വാണിജ്യ ഇടപാട് നടത്തി 1499 തിരിച്ചു പോയി എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഗാമയുടെ പിൻഗാമിയായിട്ട് മാനുവൽ രാജാവ് 1500 ഇന്ത്യയിലേക്ക് അയച്ചത് കബ്രാളിനെയാണ്. പെഡ്രോ അൽവാരസ് കബ്രാൾ. കബ്രാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ശ്രദ്ധിക്കണം. കോലത്തിരിക്കാരായിരുന്നു പോർച്ചുഗീസുകാരുടെ വാണിജ്യ പാർട്ട്ണർ എന്ന് പറയുന്നത്, ട്രേഡിംഗ് പാർട്ട്ണർ. സ്വാഭാവികമായിട്ടും കോഴിക്കോട് സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടാണ് കോലത്തിരി രാജാവും കൊച്ചി രാജാവും അവരുടെ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ അനുവാദമില്ലാതെ പോർച്ചുഗീസുകാരുമായിട്ട് വാണിജ്യ ഇടപാട് നടത്തിയത് സാമൂതിരിക്ക് കാര്യമായിട്ടുള്ള കോട്ടം, ഒരു മാനഹാനി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാമൂതിരി ആദ്യഘട്ടങ്ങളിൽ പോർച്ചുഗീസുകാരെ അംഗീകരിച്ചിരുന്നില്ല. തുരത്തി ഓട്ടിക്കാനാണ് ശ്രമിച്ചിരുന്നത്. ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. കാരണം പോർച്ചുഗീസുകാരൻ വന്നപ്പോ കോലത്തിരി രാജാവ് പോലും തല പൊക്കി. അപ്പോ 1500 ഗാമയ്ക്ക് ശേഷം 1500 മാനുവൽ രാജാവ് ഏത് പോർച്ചുഗീസുകാരനെയാണ് കേരളത്തിലേക്ക് അയച്ചത്? പെഡ്രോ അൽവാരസ് കബ്രാൾ. നിങ്ങൾ ഈ കബ്രാൾ എന്നുള്ള പേര് മാത്രം നോക്കിയാൽ മതി, ഫുൾ പേരൊന്നും വേണ്ട. കബ്രാൾ കോഴിക്കോട് നിന്ന് പ്രാണരക്ഷാർത്ഥം കൊച്ചിയിലെത്തി വാണിജ്യ ഇടപാടുകൾ ഇദ്ദേഹം നടത്തി. കോഴിക്കോട് സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിച്ച കൊച്ചി രാജാവുമായിട്ടാണ് അടുത്ത വാണിജ്യ ഇടപാട്. കൊച്ചിയിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ചു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ പണ്ടകശാല ആരംഭിച്ച പോർച്ചുഗീസുകാരൻ. ഉത്തരം വാസ്കോഡ ഗാമ എന്നാണ് കൂടുതൽ ആൾക്കാർക്കും കൊടുക്കാൻ മനസ്സ് വരിക. കാരണം വാസ്കോഡ ഗാമയാണല്ലോ പോർച്ചുഗീസുകാരൻ. പക്ഷെ ഉത്തരം അവിടെ PSC ചോദ്യം പെഡ്രോ അൽവാരസ് കബ്രാൾ. കബ്രാൾ ആയിരുന്നു. സോ ഗാമയുടെ ആദ്യ വരവിൽ ഗാമ ആരുമായിട്ടാണ് വാണിജ്യ ഇടപാട് നടത്തിയിരുന്നത് എന്നുള്ളത് നമ്മുടെ തലയിൽ ഫീഡ് ചെയ്തിരിക്കണം. കണ്ണൂരിലെ കോലത്തിരിയുമായിട്ട്. എന്നാൽ 1500 ഗാമയ്ക്ക് ശേഷം കേരളത്തിലേക്ക് എത്തിയ പോർച്ചുഗീസുകാരൻ കബ്രാൾ ആണ് കൊച്ചിയുമായി വാണിജ്യ ഇടപാട് ട്രേഡിംഗ് നടത്തിയതും കൊച്ചിയിൽ ഒരു പണ്ടകശാല അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ് പോലെ, ഒരു ഫാക്ടറി പോലെയൊക്കെ സ്ഥാപിക്കുന്നത്. കൊച്ചി, കോലത്തിരി എന്നിവിടങ്ങളിലെ ഭരണാധികാരികൾ കബ്രാളിന് ചെയ്തിരുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന്റെ സന്ദർശനം വിജയകരമാക്കിയിട്ടുണ്ട്. അതിനുശേഷം മൂന്നാമതായിട്ട് കബ്രാളിന്റെ പിൻഗാമിയായിട്ട് 1501 ഇന്ത്യയിലേക്ക് എത്തിയത് ജാവോ ഡോ നോവയാണ്. ഓക്കെ, സോ ഈ പോർച്ചുഗീസുകാരുടെ വരവിന്റെ ആദ്യ ഒരു ഘട്ടം നോക്കിക്കൊള്ളണം. ഗാമ, അതിനുശേഷം കബ്രാൾ, മൂന്നാമതായിട്ട് വന്നതാണ് ജാവോ ഡോ നോവ. ഓക്കെ, സോ ആ ഒരു കറക്റ്റ് ഓർഡർ പഠിച്ചു വെച്ചോളണം. ജാവോ ഡോ നോവയ്ക്കും കൊച്ചി, കോലത്തിരി എന്നിവിടങ്ങളിലെ ഭരണാധികാരികൾ സഹായം നൽകിയിരുന്നു. ഇനി കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ, ഇത് ഇവരെല്ലാവരും കപ്പൽ മാർഗം വന്നേ. എന്നാൽ കരമാർഗം വന്നത്, ത്രൂ ലാൻഡ് വന്നിരിക്കുന്നത് പെറോ ഡി കോവിൽഹയാണ്. ഇതും PSC ചോദ്യമാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് PSC ബുള്ളറ്റിൽ പോലും ഈ ചോദ്യം കണ്ടു. കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ പെറോ ഡി കോവിൽഹ. പെറോ ഡി കോവിൽഹ. പോർച്ചുഗൽ രാജാവ് മാനുവലിന്റെ നിർദ്ദേശപ്രകാരം വാസ്കോഡ ഗാമ രണ്ടാമതായി ഇന്ത്യയിൽ എത്തിയത് അത് 1502 സോ ശ്രദ്ധിക്കണം.
1498 വാസ്കോഡ ഗാമ വന്നു, 99 തിരിച്ചുപോയി. 1500 കബ്രാൽ വന്നു, 1501 ജാവോ ഡോ നോവ വന്നു, 1502 നാലാമതായി ആര്? വാസ്കോഡ ഗാമ വീണ്ടും എത്തി. പക്ഷെ എത്തിയിരിക്കുന്നത് ഗോവയിലെ 5 ദ്വീപിലാണ്. 5 ദ്വീപ്. ഓക്കെ, നോക്കിക്കൊള്ളാം. ഇനി കേരളത്തെ ഏകീകരിക്കാനുള്ള സാമൂതിരിയുടെ ശ്രമം ഗാമയുടെ വരവോടെ പരാജയപ്പെട്ടു. കേരളത്തെ ഏകീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കോലത്തിരി, അതുപോലെ തന്നെ കൊച്ചി, ഇവയെല്ലാം തന്നെ കോഴിക്കോട് സാമൂതിരിയുടെ കീഴിൽ പൂർണ്ണമായിട്ടും അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുത്താൻ ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. കാരണം കോലത്തിരിയും കൊച്ചിയും പോർച്ചുഗീസുകാരുമായിട്ട് വാണിജ്യ ഇടപാടുകൾ നടത്തി മുന്നേറ്റം നടത്തിക്കൊണ്ടേയിരുന്നു. അറബികൾ, കോഴിക്കോട് സാമൂതിരിമാർ എന്നിവർ പോർച്ചുഗീസുകാരോട് ശത്രുതയിലും കൊച്ചി കോലത്തിരി ഭരണാധികാരികൾ പോർച്ചുഗീസുകാരുമായി നല്ല ബന്ധത്തിലും വാണിജ്യ കരാറുകളിൽ മറ്റും ഏർപ്പെട്ട് നിന്നിരുന്നു. ഓക്കെ, നിങ്ങൾക്കൊരു സിനിമ പോലെ തന്നെ കാണാം. ആദ്യം ആരൊക്കെ ആരുടെ കീഴിലായിരുന്നു, പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ആരൊക്കെ സ്വതന്ത്രമായി വാണിജ്യ ഇടപാടുകൾ നടത്താൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അറബികളെ കൂട്ടുപിടിച്ചുകൊണ്ട് സാമൂതിരി ഒരു പക്ഷത്തും പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി കോലത്തിരിയും കൊച്ചിയും പോർച്ചുഗീസുകാരുമായി ചേർന്ന് മറുപക്ഷത്തും നിന്ന് ഒരു പൊരുതുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുകയാണ് അല്ലെ. ഇനി 1503 കോഴിക്കോട് കൊച്ചിയെ ആക്രമിക്കുകയാണ്. തുടർന്ന് അൽബുക്കർക്കിന്റെ നേതൃത്വത്തിൽ എത്തിയ നാവികസേന കൊച്ചിക്ക് സഹായം നൽകി. ഇതോടെ കൊച്ചി രാജാവ് പോർച്ചുഗീസുകാരുടെ പണ്ടകശാലയ്ക്ക് സംരക്ഷണം ഒഴുക്കാൻ മാനുവൽ കോട്ട സ്ഥാപിക്കാൻ അനുവാദം നൽകി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചിയിൽ പണ്ടകശാല നിർമ്മിച്ചത് കബ്രാൽ ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. പണ്ടകശാല വെയർഹൗസ് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഫാക്ടറി എന്നൊക്കെ നമുക്ക് പറയാം. അതായത് പണ്ടകശാല പ്രധാനമായിട്ടും വെയർഹൗസ് ആണ്. ഈ പറയുന്ന വാണിജ്യ ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ പോർച്ചുഗീസുകാർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന പണ്ടകശാല അഥവാ വെയർഹൗസിൽ ഇവരുടെ ഈ കുരുമുളകോ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. കൊച്ചിയിൽ ഒരു വെയർഹൗസ് ഉണ്ട്, ഒരു പണ്ടകശാലയുണ്ട്, അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇവരുടെ കപ്പൽ വരുമ്പോൾ അവിടെ നിന്നും ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യാം അല്ലെ. അപ്പോ സാമൂതിരിയുടെ ഒരു ആക്രമണത്തിന്റെ ഫലമായിട്ട് കൊച്ചിയിലെ പോർച്ചുഗീസ് പണ്ടകശാലയ്ക്ക് സംരക്ഷണം ഒഴുക്കാനായിട്ട് നിർമ്മിച്ച കോട്ടയുടെ പേരാണ് മാനുവൽ കോട്ട. ഓക്കെ, അപ്പോ ഇതാണ് ഇന്ത്യയിൽ യൂറോപ്യന്മാർ ആദ്യമായി നിർമ്മിച്ച, പ്രധാനമായിട്ടും പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട എന്ന് പറയുന്നത്. ഇതിനെ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട, അഴിക്കോട്ട, ആയക്കോട്ട എന്നിങ്ങനെയും വിളിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ 1502 ഗാമ രണ്ടാമതായിട്ട് വന്നു. തുടർന്ന് 1503 നിൽക്കുകയാണ്. കോഴിക്കോട് സാമൂതിരിമാർ കൊച്ചിയെ ആക്രമിച്ചു. കൊച്ചിയെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിയുടെ ഫ്രണ്ടായിട്ടുള്ള ട്രേഡിംഗ് പാർട്ണറായിട്ടുള്ള പോർച്ചുഗീസുകാരുടെ പണ്ടകശാല അഥവാ വെയർഹൗസ് സ്റ്റോറേജ് ഏരിയയെ സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് മാനുവൽ കോട്ട നിർമ്മിക്കാൻ പോർച്ചുഗീസുകാർക്ക് അവസരം നൽകി. പോർച്ചുഗീസുകാർ അത് നിർമ്മിച്ചു. ഇതോടുകൂടിയാണ് PSCയുടെ അടുത്ത ചോദ്യം വരുന്നത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട, ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ കോട്ട, അതാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. ഈ മാനുവൽ കോട്ട നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായ നേതൃത്വം നൽകിയ പോർച്ചുഗീസുകാരൻ ആര് എന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. അൽബുക്കർക്ക്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൽബുക്കർക്ക് എന്ന് പറയുന്നത് മാനുവൽ കോട്ട പണിതത് അൽബുക്കർക്കാണ്. ഓക്കെ, ഇനി മാനുവൽ കോട്ട അറിയപ്പെടുന്നത് പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട, അഴിക്കോട്ട, ആയക്കോട്ട എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. തുടർന്ന് അടുത്ത വർഷം 1504 സാമൂതിരിമാരിൽ നിന്നും കൊടുങ്ങല്ലൂർ പിടിച്ചെടുത്തു. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കൊടുങ്ങല്ലൂർ പിടിച്ചെടുത്ത് കൊച്ചിയുമായിട്ട് ചേർത്തു. സോ വളരെ ഇമ്പോർട്ടന്റ്. അപ്പോ സാമൂതിരിമാരുടെ കീഴിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂര് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാരനെ പിടിച്ചെടുത്ത് തിരിച്ച് കൊച്ചിക്ക് നൽകി. ഓക്കെ, കുരുമുളക് വ്യാപാരവും ചരക്ക് കയറ്റലും കൊച്ചി, കണ്ണൂർ, കൊടുങ്ങല്ലൂർ തുറമുഖത്ത് ഇതോടുകൂടി പോർച്ചുഗീസുകാർ നടത്തി. ഇനി സമുദ്ര മേധാവിത്വം നേടിയെടുക്കുന്നതിനായി ശക്തമായ നാവികപ്പടയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജല നയം നടപ്പിലാക്കിയത് അൽമേഡയാണ്.
അപ്പോ ഈ പറയുന്ന മാനുവൽ കോട്ട നിർമ്മിക്കുന്നത് അൽബുക്കർക്കാണ്. എന്നാൽ ശക്തമായ ഒരു നാവികപ്പടയെ നിർമ്മിക്കുന്നതിനായി കെട്ടിപ്പടുക്കുന്നതിനായി ബ്ലൂ വാട്ടർ പോളിസി അഥവാ നീലജല നയം നടപ്പിലാക്കിയത് അൽമേഡയാണ്. 1505 കണ്ണൂരിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അൽമേഡയാണ്. സോ മാനുവൽ കോട്ട കൊച്ചിയിൽ നിർമ്മിച്ചത് എന്നാൽ സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂരിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കോലത്തിരി രാജാവിന്റെ അനുവാദത്തോടു കൂടി. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. നമുക്ക് ഒരു എന്താ പറയാ, ഒരു സിനിമ പോലെ തന്നെ കാണണം. 1503 കോഴിക്കോട് സാമൂതിരിയുടെ ആക്രമണത്തെ തുടർന്ന് കൊച്ചി രാജാവിന്റെ അനുവാദത്തോടു കൂടി പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചി കോട്ട, ആഴക്കോട്ട, ഐക്കോട്ട തുടങ്ങി പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. ഇത് നിർമ്മിച്ച വ്യക്തി അൽബുക്കർക്കാണ്. ഓക്കെ, ഇനി 1504 കൊടുങ്ങല്ലൂർ കൂടി സാമൂതിരിമാരിൽ നിന്ന് പിടിച്ചടക്കിയതുകൂടി ഇപ്പോൾ ചരക്ക് കയറ്റലിനും വാണിജ്യ ഇടപാടുകൾക്കുമായിട്ട് പോർച്ചുഗീസുകാർ ഉപയോഗിക്കുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? കണ്ണൂർ, കൊച്ചി, കൊടുങ്ങല്ലൂർ. ഓക്കെ, ഇനി 1500 ഇനി അൽമേഡയുടെ കാലഘട്ടമാണ്. നമ്മൾ പറയുന്നുണ്ട്, ഇവിടെ നമ്മുടെ അൽമേഡയുടെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഫ്രാൻസിസ്കോ അൽമേഡ വന്നു കഴിഞ്ഞു. 1505 മുതൽ 1509 എന്ന് പറയുന്നത് അൽമേഡയുടെ കാലഘട്ടമാണ്. അദ്ദേഹം ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആണ്. വൈസ്രോയി ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ 1505 കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അൽമേഡയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശക്തമായ ഒരു നാവിക സേനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബ്ലൂ വാട്ടർ പോളിസി നീലജല നയം നടപ്പിലാക്കിയത് അൽമേഡ തന്നെയാണ്. ഇനി കോഴിക്കോട് ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1509 മുതൽ 1515 വരെ ഇന്ത്യയുടെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന അൽബുക്കർക്ക് കോഴിക്കോടിനെ ആക്രമിച്ചു. അങ്ങനെ കോഴിക്കോട് ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡയല്ല, അദ്ദേഹത്തിന് ശേഷം വന്ന അൽബുക്കർക്കാണ്. മാത്രമല്ല മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ചു. അതായത് പോർച്ചുഗീസുകാരായിട്ടുള്ളവർ തദ്ദേശവാസികളായ, അതായത് ലോക്കൽ വിഭാഗക്കാരായ സ്ത്രീകളെ വിവാഹം കഴിക്കണമെന്ന് അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അതോടുകൂടി തദ്ദേശവാസികൾ പോർച്ചുഗീസുകാരെ കൂടുതലായി അംഗീകരിക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ടാണ് മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആര്? കോഴിക്കോടിനെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആര്? അൽബുക്കർക്ക്. 1509 മുതൽ 1515 വരെ പോർച്ചുഗീസിന്റെ വൈസ്രോയി ആയിരുന്നു. നാടുകൾ വെട്ടിപ്പിടിച്ചും നയതന്ത്രം കൊണ്ട് കീഴടക്കിയും ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട വൈസ്രോയി ആണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1513 കണ്ണൂർ സന്ധിയാണ്. ഇത് LDC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു കാര്യമാണ്. ബലം പ്രയോഗിച്ച് സാമൂതിരിയെ കീഴ്പ്പെടുത്താൻ സാധിക്കാതെ വന്നപ്പോൾ ശത്രുത അവസാനിപ്പിച്ച് പോർച്ചുഗീസ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സാമൂതിരിയുമായിട്ട് ആദ്യ വ്യാപാര കരാർ 1513 നടത്തി. ആ വ്യാപാര കരാറിനെയാണ് കണ്ണൂർ സന്ധി എന്ന് പറയുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ഈ പറയുന്ന അൽബുക്കർക്ക് തന്നെയാണ്. അൽബുക്കർക്കിന്റെ കാലഘട്ടത്തിലാണ് പോർച്ചുഗീസുകാർ സാമൂതിരിയെ അങ്ങോട്ട് കോഴിക്കോട് സാമൂതിരിയെ അങ്ങോട്ട് ആക്രമിക്കുന്നത്. ബലം പ്രയോഗിച്ച് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി 1513 ആരൊക്കെ തമ്മിൽ സന്ധി ചെയ്തു? പോർച്ചുഗീസുകാർ സാമൂതിരിയുമായിട്ട് സന്ധി ചെയ്തു, കണ്ണൂർ സന്ധി. ഇത് പ്രകാരം കോഴിക്കോട് ഒരു കോട്ട നിർമ്മിക്കാനും ആഗ്രഹിക്കുന്ന പോലെ വാണിജ്യം നടത്തുന്നതിനും പോർച്ചുഗീസുകാർക്ക് അവകാശം ലഭിക്കുകയും കോഴിക്കോട്ടെ ചുങ്കത്തിന്റെ ഒരു വിഹിതം പോർച്ചുഗീസുകാർക്ക് നൽകാനും സാമൂതിരി തീരുമാനിച്ചു. ഇതിൽ കൊച്ചി, കോലത്തിരി എന്നിവിടങ്ങളിലെ അപ്രീതി അൽബുക്കർക്ക് വകവച്ചില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും സാമൂതിരിയെ പൂർണ്ണമായും കീഴടക്കാമെന്നുള്ളത് നടന്നില്ല. പകരം സാമൂതിരിയുമായിട്ടൊരു സന്ധി വെച്ചു. സാമൂതിരിയുടെ അനുവാദത്തോടു കൂടി എന്ത് ചെയ്തു? ഒരു കോട്ട നിർമ്മിച്ച് അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് കോഴിക്കോട് ഉപയോഗിക്കാം എന്നുള്ള ഒരു സംഗതിയിലേക്ക് വന്നു. കോലത്തിരിയെയും കൊച്ചിയെയും നിങ്ങൾ ഒരു പാഠം പഠിപ്പിക്കണം, അവരെ നിങ്ങൾ കൂട്ടിരി പിടിക്കല് എന്നൊക്കെ സാമൂതിരി പറഞ്ഞെങ്കിലും അതൊന്നും അൽബുക്കർക്ക് പോർച്ചുഗീസുകാർ വകവെച്ചില്ല എന്നുള്ളതാണ്. ഇന്ത്യക്കാരെ സ്വന്തം സൈന്യത്തിൽ ചേർത്ത് യൂറോപ്യൻ മാതൃകയിൽ പരിശീലനം നൽകുകയും അൽബുക്കർക്ക് ചെയ്തിട്ടുണ്ട്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്ന സ്വകാര്യ വാണിജ്യം അദ്ദേഹം നിർത്തലാക്കുകയും ചെയ്തു. അൽബുക്കർക്ക് ഇന്ത്യയുമായും അല്ലെങ്കിൽ
കേരളവുമായി അൽബുക്കർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ PSCയുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് വന്നാൽ ഉത്തരം കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പോയിന്റുകളെല്ലാം തന്നെ പറയുന്നത്. അൽബുക്കർക്ക് ഇന്ത്യയിൽ നിന്ന് മടങ്ങിപ്പോകും മുന്നേ 1515 ഗോവയിൽ വെച്ച് അന്തരിച്ചു. ഓക്കെ, ഇനി വാസ്കോഡ ഗാമ മൂന്നാമതായി അവസാനമായി ഇന്ത്യയിൽ എത്തിയതാണ് 1524, 1498, 1502, 1524. അങ്ങനെ 3 തവണയാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയിട്ടുള്ളത്. വാസ്കോഡ ഗാമ അന്തരിക്കുന്നത് 1524 ഡിസംബർ 24-നാണ്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ശവം 1539 പോർച്ചുഗീസിലെ ലിസ്ബണിൽ കൊണ്ടുപോയി. ഓക്കെ, കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന പ്രതിരോധങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് സാമൂതിരിയുടെ നാവികപ്പടൽ തലവന്മാരെയാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. ഓക്കെ, സോ മോഹൻലാലിന്റെ ഒരു സിനിമയൊക്കെ ഉണ്ട് മരക്കാർ അല്ലെ. ഇനി അറബിക്കടലിലെ സിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് 1530 ന്യൂനോ ഡി കുൻഹ എന്ന് പറഞ്ഞാൽ 9ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ന്യൂനോ ഡി കുൻഹ. പോർച്ചുഗീസ് ഇന്ത്യയുടെ തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റി. ഓക്കെ, സോ പോർച്ചുഗീസ് ഇന്ത്യയുടെ തലസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് PSC ചോദ്യമായിരുന്നു. വർഷം 1530, ന്യൂനോ ഡി കുൻഹ 9ാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി പോർച്ചുഗീസുകാർ 1531 കോഴിക്കോട് നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട. നിർമ്മിച്ചിരിക്കുന്നത് ന്യൂനോ ഡി കുൻഹ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ഇതിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വൈസ്രോയ്മാരുടെ അടുത്ത് നോക്കിയേ, അൽബുക്കർക്ക് ആണെങ്കിൽ മാനുവൽ കോട്ടയാണ് കൊച്ചിയിൽ പണിതത്. ഇനി ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആണെങ്കിൽ സെന്റ് ആഞ്ചലസ് കോട്ടയാണ് കണ്ണൂരിൽ പണിതത്. അതിനുശേഷം ന്യൂനോ ഡി കുൻഹ ആണെങ്കിലോ ചാലിയം കോട്ടയാണ് കോഴിക്കോട് പണിതത്. ഇത് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണത്തെ നേരിടാനായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് അറിയപ്പെട്ടു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ടിരുന്ന കോട്ടയാണ് ചാലിയം കോട്ട. അതാണ് ന്യൂനോ ഡി കുൻഹ 1531 നിർമ്മിച്ചത്. തുടർച്ചയായ യുദ്ധം സാമൂതിരിയുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. തുടർന്ന് 1540 സാമൂതിരിമാർ പോർച്ചുഗീസുകാരുമായിട്ട് ഏർപ്പെട്ട സന്ധിയാണ് പൊന്നാനി സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സന്ധിയെക്കുറിച്ച് പഠിച്ചു. അത് 1513 കണ്ണൂർ സന്ധിയായിരുന്നു. പോർച്ചുഗീസുകാരനായ അൽബുക്കർക്ക് സാമൂതിരിയുമായിട്ട് നടത്തിയ സന്ധിയാണ്. അതിനുശേഷം നമ്മൾ പറയുന്ന സന്ധി എന്ന് പറയുന്നത് 1540 സന്ധിയാണ്. 1540 സന്ധി പൊന്നാനി സന്ധിയാണ്. ഓക്കെ, ആ പോർച്ചുഗീസുകാർ സാമൂതിരിയുമായിട്ടുള്ള സന്ധിയാണ്. ഇത് പ്രകാരം കോഴിക്കോട്ടെ കുരുമുളക് കൊച്ചിയിലെ വില നിരക്കിന് പോർച്ചുഗീസുകാർക്ക് നൽകാൻ സാമൂതിരി സമ്മതിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ കിട്ടുന്നതിനേക്കാൾ ഹൈ ക്വാളിറ്റി കുരുമുളകാണ് വടക്കൻ മലബാറിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത്. കൊച്ചിയിലെ ആ ഒരു റേറ്റിന് തന്നെ നല്ല ഹൈ ക്വാളിറ്റി കുരുമുളക് പോർച്ചുഗീസുകാർക്ക് കിട്ടാൻ ഇത് കാരണമായി. കൂടാതെ അറബിക് കപ്പലുകൾക്ക് പോർച്ചുഗീസുകാരുടെ കാർട്ടസ് നടപ്പിലാക്കുവാനും തീരുമാനമായി. കാരണം അറബിക് കപ്പലുകൾ മഹാസമുദ്രത്തിന്റെ പരിധിക്കുള്ളിലേക്ക് പോവുകയാണെങ്കിൽ, അധികാര പരിധിക്കുള്ളിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോർച്ചുഗീസുകാരുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ, അവർ നൽകുന്ന ലൈസൻസ് സമ്മതം ഉണ്ടെങ്കിൽ പോകാൻ സാധിക്കുകയുള്ളൂ. പ്രത്യുപകാരമായി സാമൂതിരി മറ്റ് രാജ്യങ്ങളോട് ചെയ്യുന്ന യുദ്ധത്തിൽ പോർച്ചുഗീസുകാർ നിഷ്പക്ഷത പാലിച്ചു. ഇത് പ്രാദേശിക ശക്തികളുമായി യുദ്ധം ചെയ്യാൻ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം സാമൂതിരിക്ക് നൽകി. സ്വാഭാവികമായിട്ടും ഇപ്പോൾ പോർച്ചുഗീസുകാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചു. കാരണം വാണിജ്യ ഇടപാടിൽ എല്ലാ അർത്ഥത്തിലും വളരെ കുറഞ്ഞ റേറ്റിൽ കുരുമുളക്, അവർക്ക് വേണ്ടത് കുരുമുളക് വ്യാപാരം തന്നെയാണ് പോർച്ചുഗീസുകാർ ഇവിടെ ലക്ഷ്യം വച്ചിരുന്നത്. അത് ഏറ്റവും വില കുറവിൽ ലഭിച്ചു. ഇനി കൊച്ചിയിൽ നിന്നുള്ള കുരുമുളകിനേക്കാൾ കൂടിയ തോതിൽ പോർച്ചുഗീസുകാർക്ക് കോഴിക്കോട് സാമൂതിരിയിൽ നിന്ന് ലഭിക്കും. ഇതോടുകൂടി ഇനി കൊച്ചിയെ നമുക്ക് വച്ച് പിടിച്ചുകൊണ്ടിരിക്കേണ്ട, സാമൂതിരി നമ്മുടെ സൈഡിൽ വന്നിട്ടുണ്ട്.
ഓരോന്നോരോന്നായിട്ട് ഇനി വെട്ടിപ്പിടിക്കാം. സാമൂതിരിമാർ മറ്റ് രാജ്യങ്ങളുമായിട്ട് ചെയ്യുന്ന യുദ്ധത്തിൽ നമ്മൾ നിഷ്പക്ഷത പാലിക്കുകയാണ്. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നുള്ള ഒരു സാഹചര്യം അവിടെ ഉടലെടുത്തു. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊല്ലത്തെയും പുറക്കാട്ടെ രാജാക്കന്മാരുമായി ഇതേ രീതിയിൽ പോർച്ചുഗീസുകാർ ഉടമ്പടി നടത്തുകയും പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി പുറക്കാട്ട് രാജാവിന് അവർ നൽകുകയും ചെയ്തു. സോ പുറക്കാട് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ആലപ്പുഴ ഭാഗമാണ്. ഓക്കെ, പുറക്കാട്ട് യുദ്ധമൊക്കെ നമ്മൾ തിരുവിതാംകൂർ രാജാവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കൊല്ലത്തെയും പുറക്കാട്ടെയും രാജാക്കന്മാരുമായിട്ട് സന്ധി ചെയ്ത് വാണിജ്യ ഇടപാടുകൾ വളരെ കൗശലപൂർവ്വം നേടിയെടുത്ത അല്ലേ ഇവരാണ് പോർച്ചുഗീസുകാർ. ഇനി പുറക്കാട്ട് രാജാവിനെ കുറിച്ചുള്ള വിശേഷണം എന്ന് പറയുന്നത് പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക സഹോദരൻ എന്നാണ് പുറക്കാട്ട് രാജാവ് അറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്ത മറ്റൊരു കാര്യം നോക്കിയേ. 1555 ഓക്കെ, കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം അഥവാ ഡച്ച് കൊട്ടാരം എന്ന് അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഇന്നും അവിടെ ആളുകൾ വന്ന് നോക്കുകയാണ് ഇതിനെ കാണാനും പിടിക്കാനൊക്കെ ആയിട്ട് അല്ലേ. അപ്പൊ 1555 കൊച്ചി രാജാവായ വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരിയിലെ ആ കൊട്ടാരം. വെള്ള കളർ പെയിന്റ് ഒക്കെ അടിച്ച് ഡച്ച് കൊട്ടാരം എന്ന് ഇത് അറിയപ്പെടുന്നു. നമ്മൾ പഠിക്കും ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ആര്? ഡച്ചുകാരല്ല, പോർച്ചുഗീസുകാർ. ഇനി 1571 കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ നേതൃത്വത്തിൽ ചാലിയം കോട്ട തകർത്തു. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിന് നിരക്കെയുള്ള പീരങ്കി എന്നാണ് കോഴിക്കോട്ടെ ചാലിയം കോട്ട അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ നേതൃത്വത്തിൽ ചാലിയം കോട്ട തകർത്തതെന്ന 1571 ഇതിനെ പ്രശംസിച്ചുകൊണ്ട് കാസി മുഹമ്മദ് എഴുതിയ അറബിക് കാവ്യമാണ് ഫത്ഹുൽ മുബീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് PSC ചോദ്യമായിട്ട് ഒട്ടനവധി തവണ വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ, LDC എല്ലാ വിഭാഗ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. ഫത്ഹുൽ മുബീൻ എന്ന അറബിക് കാവ്യം എഴുതിയിരിക്കുന്നത് കാസി മുഹമ്മദ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ചാലിയം കോട്ട തകർക്കുന്ന കുഞ്ഞാലി മരക്കാർ മൂന്നാമന്റെ ആ ഒരു ധീരതയെ കുറിച്ചൊക്കെയാണ്. കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദത്തിന്റെ സുവർണ കാലഘട്ടത്തെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഏതൊരു വിദേശ ആക്രമണത്തിനെതിരെയും ചെറുത്തുനിൽപ്പ് ആരംഭിക്കുന്നതിന് ദേശീയതയുടെ ചൈതന്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും ഈ മഹത്തായ കൃതി വിജയിച്ചു. ഫത്ഹുൽ മുബീൻ എന്ന അറബിക് കാവ്യം എഴുതിയിരിക്കുന്നത് കാസി മുഹമ്മദ് ആണ്. ഇനി 1498 മുതൽ 1583 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് വിവരിക്കുന്ന അറബിക് കൃതിയായ മറ്റൊരു കൃതിയാണ് തുഫത്തുൽ മുജാഹിദീൻ. ശ്രദ്ധിക്കണം, തുഫത്തുൽ മുജാഹിദീൻ എന്നുള്ളതാണ്. അത് എഴുതിയിരിക്കുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമനാണ്. ഓക്കെ, പോർച്ചുഗീസുകാർക്കെതിരെ മുസ്ലിങ്ങളോട് പരിശുദ്ധ യുദ്ധം അല്ലെ നടത്താൻ ആഹ്വാനം ചെയ്യുന്ന ഒരു കൃതി കൂടിയാണ് തുഫത്തുൽ മുജാഹിദീൻ. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ. ഓക്കെ, ഇത് ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി വേലായുധൻ പണിക്കർ. മറ്റൊരു പരിഭാഷ K മൂസാൻകുട്ടി മൗലവി ആദ്യം അറബി മലയാളത്തിലും പിന്നീട് മലയാള ലിപിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് 2 അറബി കാവ്യങ്ങളാണ്. ഓക്കെ, സോ ശ്രദ്ധിക്കണം, പ്രധാനമായിട്ട് 2 അറബി കാവ്യങ്ങളാണ്. ഒന്ന് ഫത്ഹുൽ മുബീൻ കാസി മുഹമ്മദ് എഴുതിയത്, 2 തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ് ഇത് എഴുതിയിരിക്കുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെ മുസ്ലിങ്ങൾ യുദ്ധം നടത്തണമെന്ന് ആഹ്വാനം ചെയ്ത അറബി കാവ്യം എന്ന് ചോദിച്ചാൽ തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ എഴുതിയത്. ഇത് ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഒരേ തവണ LGS പരീക്ഷയ്ക്കാ ചോദിച്ചത്. വേലായുധ പണിക്കശ്ശേരിയാണിത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല K മൂസാൻകുട്ടി മൗലവി ഇത് അറബി മലയാളത്തിൽ വിവർത്തനം ചെയ്യുകയും മലയാള ലിപിയിൽ പിന്നീട് അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി കേരളത്തിൽ ഇസ്ലാമിന്റെ കടന്നുവരവും ഹൈന്ദവ ഭരണാധികാരികൾ മുസ്ലിങ്ങളോട് കാട്ടിയ ഉദാരമായ മനോഭാവത്തെ പരാമർശിക്കുന്ന തുഫത്തുൽ മുജാഹിദീൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ബിജാപ്പൂർ ഭരണാധികാരിയായ ആദിൽ ഷായിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ഇസ്ലാമിന്റെ കടന്നുവരവും ഹൈന്ദവ ഭരണാധികാരികൾ മുസ്ലിങ്ങളോട് കാട്ടിയ ഉദാരമായ മനോഭാവം
പ്രത്യേകിച്ച് കോഴിക്കോട് സാമൂതിരിമാർ, ഓക്കെ, കോലത്തിരി, കൊച്ചി രാജാക്കന്മാർ, അല്ലെ. അപ്പോ അതിനെക്കുറിച്ചെല്ലാം തുഫത്തുൽ മുജാഹിദീനിൽ പറയുന്നുണ്ട്. അത് ആർക്കാണ് സമർപ്പിച്ചത്? ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ, ബിജാപ്പൂർ ഭരണാധികാരിയായിട്ടുള്ള, ബിജാപ്പൂർ കർണാടകയിലാണ്, ആദിൽ ഷായിക്കാണ് സമർപ്പിച്ചത്. കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തെ കുറിച്ചാണ് കൃതിയുടെ 4-ാം ഭാഗത്തിലെ പ്രമേയം. ഇനി ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് ആദ്യകാല കൃതികൾ എഴുതിയിരുന്ന പോർച്ചുഗീസുകാരൻ ആര് എന്നുള്ളത് PSC ചോദ്യമായിരുന്നു. ഗാർസിയ ഡി ഓർത്ത. ഈ പേരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരേ ഒരു തവണ ആയിട്ടാണ് സ്ട്രേറ്റ് അവേ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ പല പരീക്ഷകളിലും ഓപ്ഷനിൽ മാത്രമായിട്ട് ഈ ഒരു പോർച്ചുഗീസുകാരന്റെ പേര് കണ്ടിട്ടുണ്ട്, ഗാർസിയ ഡി ഓർത്തോ. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ പോർച്ചുഗീസുകാർക്ക് അവരുടെ വാണിജ്യ രാഷ്ട്രീയ സ്വാധീനം കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി. ഓക്കെ, ഇനി ദാറ്റ് മീൻസ് 1600 അതിന്റെയൊക്കെ അവസാനത്തോടു കൂടി പോർച്ചുഗീസുകാരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന കൊല്ലം, കൊടുങ്ങല്ലൂർ, പുറക്കാട്, കൊച്ചി, കണ്ണൂർ എന്നിവ 1658 ഡച്ചുകാർ പിടിച്ചെടുത്തതിനാൽ പോർച്ചുഗീസുകാരുടെ കേരള പതനം അതോടുകൂടി പൂർത്തിയാവുകയാണ്. ഇനി കേരളത്തിൽ ക്രൈസ്തവർ റോമിലെ പോപ്പിന് കീഴിൽ വരാൻ ഇടയായ സംഭവമാണ് ഉദയംപേരൂർ സുന്നഹദോസ്. ഉദയംപേരൂർ എറണാകുളം ജില്ലയിലാണ്. ഉദയംപേരൂർ സുന്നഹദോസിനെ കുറിച്ച് നിരവധി പരീക്ഷയിൽ വന്നിട്ടുണ്ട്. 1599 അതിൽ നടന്നിരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ റോമിലെ പോപ്പിന്റെ കീഴിൽ വരാൻ കാരണമായ ഒരു സംഭവമാണ് ഉദയംപേരൂർ സുന്നഹദോസ് 1599. പോർച്ചുഗീസ് ഗോവയിലെ മെത്രാനായ അലക്സോ ഡെ മെനസിസ് ആണ് സുന്നഹദോസ് വിളിച്ചു കൂട്ടിയത്. അങ്കമാലി രൂപതയുടെ അധികാര പരിധിയിൽ സുന്നഹദോസ് നടത്തുന്നതിനാൽ അങ്കമാലി സുന്നഹദോസും എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. സോ ഉദയംപേരൂർ സുന്നഹദോസ് 1599, അങ്കമാലി സുന്നഹദോസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ചാലിയൻകോട്ട തകർത്തത് നമ്മൾ പറഞ്ഞു, വർഷവും നമ്മൾ പഠിച്ചു. 1571 ചാലിയൻകോട്ട തകർക്കുന്നത്, അല്ലെ. അത് തകർത്തത് ഈ പറയുന്ന കുഞ്ഞാലി മരക്കാർ മൂന്നാമനായിരുന്നു. പട്ടുമരക്കാർ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഇനി മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മൂറുകളുടെ രാജാവ് എന്ന് അറിയപ്പെട്ടിരുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. മുഹമ്മദ് അലി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്നാണ് കുഞ്ഞാലി മരക്കാർ നാലാമൻ അറിയപ്പെട്ടിരുന്നത്. കുഞ്ഞാലി മരക്കാർ നാലാമനെ വധിച്ചത് പോർച്ചുഗീസുകാരാണ്. ഓക്കെ, സോ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, സോ നമ്മുടെ ആ ഒരു 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി തന്നെ സംഭവിക്കുകയും 1658 കൂടി പൂർണ്ണമായും ഡച്ചുകാരുടെ വരവോടുകൂടി പോർച്ചുഗീസുകാരുടെ പതനം ഉറപ്പിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു ചാലിയൻകോട്ട തകർത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. പട്ടുമരക്കാർ എന്നറിയപ്പെടും. മുസ്ലിങ്ങളുടെ അഥവാ മൂറുകളുടെ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന മരക്കാർ ആരായിരുന്നു? കുഞ്ഞാലി മരക്കാർ നാലാമൻ. മുഹമ്മദ് അലി എന്നറിയപ്പെട്ടിരുന്നു. നമ്മുടെ മരക്കാർ ദ ലയൺ ഓഫ് അറേബ്യൻ സീ എന്നുള്ള പേരിൽ പ്രിയദർശൻ ഒരു സിനിമ സംവിധാനം ചെയ്ത് മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡൊക്കെ എന്തിനോ കിട്ടി. അതില് മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമന്റെ റോളാണ്. മുഹമ്മദ് അലി, അല്ലെ, അതിന്റെ ചെറുപ്പക്കാരൻ അഭിനയിച്ചിരിക്കുന്ന പ്രണവ് മോഹൻലാലാണ്. പോർച്ചുഗീസുകാർ കേരളത്തിൽ നൽകിയ സംഭാവനകൾ നോക്കിയേ. പോർച്ചുഗീസുകാർ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ശാസ്ത്രീയവും നൂതനവുമായ പരിഷ്കാരങ്ങൾ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ ഉൽപാദനക്ഷമതയുള്ള തെങ്ങ് വിത്ത് ഇറക്കുമതി ചെയ്യുകയും നാളികേര ഉൽപാദനം വ്യാപകമാക്കുകയും ചെയ്തു. ജാതിമരം, മരിച്ചീനി, പപ്പായ, കൈതച്ചക്ക, പൈനാപ്പിൾ, കശുവണ്ടി, തണ്ണിമത്തൻ, ഇന്ത്യൻ ബീൻസ്, പേരക്ക തുടങ്ങിയ പുതിയ പച്ചക്കറികളും മരങ്ങളും ഇന്ത്യയിലേക്ക് അവതരിപ്പിച്ചു. കയർ വ്യാപാരം വിദേശത്തിലേക്ക് വ്യാപിച്ചതിനാൽ മേഖല അഭിവൃദ്ധിക്കപ്പെട്ടു. സോ വളരെ ഇമ്പോർട്ടൻറ്റ്, പോർച്ചുഗീസുകാർ കേരളത്തിൽ നൽകിയ ആദ്യത്തെ ഒരു സംഭാവന കൃഷി മേഖലയിലാണ്. പൈനാപ്പിളും ഈ പറയുന്ന തെങ്ങ് വിത്ത്, അല്ലെ, കശുവണ്ടി, കാഷ്യൂനട്ട്, ജാതി, മരിച്ചീനി, ടപ്പിയോക്ക, പപ്പായ, തണ്ണിമത്തൻ, ഇന്ത്യൻ ബീൻസ്, പേരക്കയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആരാ? ഇവരാ. മാത്രമല്ല കയർ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിച്ച്
കയറ്റുമതിക്ക് അവസരം നൽകിയതും ഇവരാണ്. കയർ മേഖല അതോടുകൂടി ഒന്ന് പുഷ്ടിക്കപ്പെട്ടു. പ്രധാനമായും പള്ളികളിലും പാർപ്പിട കെട്ടിടങ്ങളിലും അവർ വാസ്തുവിദ്യയിൽ യൂറോപ്യൻ ശൈലിയായ ഗൊത്തിക് അവതരിപ്പിച്ചു. ഗൊത്തിക് എന്ന് പറയുന്നത് യൂറോപ്യൻ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ഓക്കെ, ഗൊത്തിക് അത് ആദ്യമായിട്ട് ഇവിടങ്ങളിലെ ബിൽഡിങ്ങിൽ ഇവരാണ് അവതരിപ്പിച്ചത്. പോർച്ചുഗീസുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളി. ഇനി കേരളത്തിൽ യൂറോപ്യൻ ആയുധങ്ങളും അവയുടെ ഉപയോഗവും പ്രചരിപ്പിച്ചു. കേരളീയർ തോക്കുകളും മറ്റും നിർമ്മിക്കാനും പഠിച്ചു. കാരണം എന്ന് വെച്ചാൽ തദ്ദേശീയരായവരെ പോലും പോർച്ചുഗീസുകാർ അവരുടെ സൈന്യത്തിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിരുന്നു. പുതിയ നഗരങ്ങളും മാർക്കറ്റുകളും നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് കോഴിക്കോട്, കൊച്ചി, ചാലിയം എന്നിവയുടെ വികസനത്തിന് കാരണമായി. കൊല്ലം, കുടങ്ങല്ലൂർ തുടങ്ങിയ പഴയ പട്ടണങ്ങൾ തരം താഴ്ത്തപ്പെട്ടു. ഇനി കത്തോലിക്ക മതത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ ഭാഗമായി കൊച്ചിയിലും അങ്കമാലിയിലും കോളേജുകൾ സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ കത്തോലിക്ക വിഭാഗത്തെ പ്രോത്സാഹിപ്പിച്ച യൂറോപ്യൻ ശക്തികളാണ് ആര്? പോർച്ചുഗീസുകാർ. മാത്രമല്ല ഉദയംപേരൂർ സുന്നഹദോസ് 1599 നടക്കുന്നതും ഇവരുടെയൊക്കെ അനുവാദത്തോടു കൂടിയാണ്. പോർച്ചുഗീസ്, ലാറ്റിൻ ഭാഷകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. പോർച്ചുഗീസുകാരുടെ ഭാഷയാണ് ലാറ്റിൻ. തുടർന്ന് കൊച്ചിയിലും വൈപ്പിനിലും പ്രിന്റിംഗ് പ്രസ് നിർമ്മിക്കുകയും ചെയ്തു. കഥകളിയുമായി സാമ്യമുള്ള ചവിട്ട് നാടകം എന്ന കലാരൂപം പോർച്ചുഗീസ് കേരള സംസ്കാരങ്ങളുടെ സമന്വയത്തിന്റെ ഫലമായിരുന്നു. മലയാളത്തിന് ധാരാളം വാക്കുകൾ പോർച്ചുഗീസുകാർ സംഭാവന ചെയ്തിട്ടുണ്ട്. പോർച്ചുഗീസുകാരുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നാണ് മലയാള ഭാഷയ്ക്ക് ലേലം, ചാവി, വിജാഗിരി, അലമാര, വരാന്ത, മേശ, ചായ, കസേര, വികാരി തുടങ്ങിയ പുതിയ വാക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം PSC പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. SCRT പാഠപുസ്തകത്തിൽ ഒരു സെപ്പറേറ്റ് ഒരു കോളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പോർച്ചുഗീസുകാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വാക്കുകൾ. ഇനി പോർച്ചുഗീസുകാരുടെ പതനത്തിനുള്ള കാരണം നമുക്ക് നോക്കാം എന്താകും എന്നുള്ളത്. കൂടുതലായിട്ട് വാണിജ്യത്തോടുള്ള അഗ്രസീവായിട്ടുള്ള വാണിജ്യം, അഗ്രസീവ് ട്രേഡിംഗ് തന്നെയാണ് നമുക്ക് പറയാം. പ്രബലമായ എതിരാളികളായി ഡച്ചുകാർ കേരളത്തിലേക്ക് പ്രവേശിക്കുകയും കൊല്ലം, കൊടുങ്ങല്ലൂർ, പുറക്കാട്, കൊച്ചി, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പുറത്താക്കി. ഡച്ചുകാരുടെ വരവ്, നെതർലാൻഡ്സ്, അവരുടെ ഒരു വരവ് ഇവർക്ക് കാര്യമായ ശക്തി ക്ഷയിക്കൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഡച്ചുകാരുമായിട്ട് മറ്റ് ചെറു രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങൾ ഡച്ചുകാരുമായിട്ട് ജോയിൻ്റായി. പ്രധാനമായിട്ടുള്ള കാര്യം പോർച്ചുഗീസുകാരുടെ അഗ്രസീവ് മാർക്കറ്റിംഗ് ആണ്. സാധനങ്ങൾ വില നിശ്ചയിക്കുന്ന പോർച്ചുഗീസുകാരാ. കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഡച്ച്, ഇംഗ്ലീഷ് നാവിക സേനകൾ തകർത്തു. ഇനി ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ അറേബ്യൻ സീ, മറ്റൊരു സൈഡിൽ ബേ ഓഫ് ബംഗാളുമാണ്. കേരളത്തിൽ കാര്യക്ഷമമായ ഭരണക്രമം സ്ഥാപിക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു. പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ സ്വജനപക്ഷപാതവും സ്വന്തം നിലയിൽ വാണിജ്യം നടത്തുകയും അഴിമതിയിലും മറ്റ് സ്വകാര്യ താല്പര്യങ്ങളിലും ഏർപ്പെട്ടു. മാൽ അഡ്മിനിസ്ട്രേഷൻ ആണ് മറ്റൊരു കാര്യം. അന്ധമായ മതഭ്രാന്ത് ഇവർക്കുണ്ടായിരുന്നു. കത്തോലിക്ക മതത്തെ ഇവർ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഇത് ജനങ്ങളുടെ വിദ്വേഷത്തിന് കാരണമായി. സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ അന്യമതസ്ഥരോട് മോശം പെരുമാറ്റമാണ് ഇവർ നടത്തിയിരുന്നത്. ഓക്കെ, ഇനി മിശ്ര കോളനി വ്യവസ്ഥയിലൂടെ പോർച്ചുഗീസുകാർക്ക് കേരളത്തിലെ സ്ത്രീകളെ വിവാഹം കഴിപ്പിക്കുന്നതിൽ നൽകിയ പ്രോത്സാഹനം ശരിക്കും ജനങ്ങളിൽ വെറുപ്പാണ് സമ്പാദിപ്പിച്ചത്. 1580 പോർച്ചുഗൽ രാജാവായ ഫിലിപ്പ് രണ്ടാമന്റെ നേതൃത്വത്തിൽ സ്പെയിനിന്റെ ആധിപത്യം കൂടി നേടിയപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിപരമായ താല്പര്യങ്ങൾ കുറഞ്ഞു. 1580 സ്പെയിനിൽ കൂടി ആധിപത്യം നേടിയെടുത്ത പോർച്ചുഗലിന്റെ തൊട്ടടുത്ത അയൽ രാജ്യമാണ് സ്പെയിനിൽ കൂടി അവർ ആധിപത്യം നേടിയെടുത്തപ്പോൾ കേരളത്തിലുള്ള അവരുടെ താല്പര്യങ്ങൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നു. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പോർച്ചുഗീസുകാർ ഇവിടെ പതനം ഉറപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സെഷനിൽ നമുക്ക് ഡച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇംഗ്ലീഷുകാരുടെ വരവിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. സീ യു സൂൺ. Okay.